തമിഴ്നാട്ടിൽ സർക്കാർ രൂപീകരണത്തിലെ അനിശ്ചിതത്വം ഇന്ന് നീങ്ങിയേക്കും. 2 MLA-മാരുള്ള PCK തമിഴക വെற்றிക്കഴകത്തിന് ഇന്ന് പിന്തുണ പ്രഖ്യാപിക്കും എന്നതാണ് വിവരം. രാജേഷ് ശ്രീനിവാസൻ ചേരുന്ന വിവരങ്ങളുമായി. രാജേഷ്, അങ്ങനെ VCKയുടെ ഒരു പിന്തുണ ഇന്ന് പ്രഖ്യാപിക്കും എന്നതാണ് ലഭിക്കുന്ന വിവരം. ഈ ഒരു സാഹചര്യത്തിൽ ഈ തമിഴ്നാട്ടിൽ TVKയുടെ സത്യപ്രതിജ്ഞ അല്ലെങ്കിൽ സർക്കാർ രൂപീകരണത്തിലുള്ള അനിശ്ചിതത്വം നീങ്ങുകയാണോ? ദീപ്തി, തമിഴ്നാട് ക്ലൈമാക്സിലേക്ക് അടുക്കുന്നു എന്നതാണ് ഈ മണിക്കൂറിൽ വരുന്ന പ്രധാനപ്പെട്ട വാർത്ത. 2 MLA-മാർ, VCKയുടെ 2 MLA-മാർ ഇന്ന് വിജയുടെ തമിഴക വെற்றிക്കഴകം TVKയ്ക്ക് പിന്തുണ പ്രഖ്യാപിക്കുമെന്നതാണ് നിലവിൽ ലഭിക്കുന്ന വിവരം. 10 മണിയോടെ ഈ വാർത്താ സമ്മേളനം വിളിച്ചിട്ടുണ്ട്. അതിനുശേഷമായിരിക്കും TVKയ്ക്ക് ഔദ്യോഗികമായി പിന്തുണ പ്രഖ്യാപിക്കുന്നത്. അതിനുശേഷം കത്ത് കൈമാറും എന്നതാണ് നിലവിൽ ഇപ്പോൾ ലഭിക്കുന്ന വിവരം. കഴിഞ്ഞ ദിവസമാണ് വിജയ് അർദ്ധരാത്രിയോടെ ഗവർണറെ കണ്ട് 116 പേരുടെ പിന്തുണ തനിക്കുണ്ടെന്ന കത്ത് നൽകുന്നത്. അത് പിന്നാലെ ഗവർണർ സത്യപ്രതിജ്ഞ ചെയ്യുന്നതിന് അനുമതി നിഷേധിക്കുന്ന ഒരു സാഹചര്യമുണ്ടായിരുന്നു. കേവല ഭൂരിപക്ഷത്തിന് വേണ്ട 118 സീറ്റ് വേണമെന്ന സുപ്രീം കോടതി വിധി മുൻനിർത്തിയാണ് ഇത്തരത്തിൽ ഒരു കടുത്ത നിലപാടിലേക്ക് ഗവർണർ കടന്നത്. എന്തായാലും കോൺഗ്രസിന് പിന്നാലെ CPI-യും CPIM-ഉം മുസ്ലിം ലീഗുമെല്ലാം ഇപ്പോൾ TVKയ്ക്ക് പിന്തുണ പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതിൽ തന്നെ മുസ്ലിം ലീഗ് കത്ത് കൈമാറിയിട്ടില്ല. ആ കത്ത് ഇന്ന് കൈമാറുമെന്നതാണ് നിലവിൽ ലഭിക്കുന്ന വിവരം. കഴിഞ്ഞ ദിവസമായിരുന്നു CPIM-ഉം CPI-യും വിജയുടെ തമിഴക വെற்றிക്കഴകത്തിന് പിന്തുണ പ്രഖ്യാപിച്ചത്. എന്നിട്ട് അർദ്ധരാത്രിയോടെ വിജയ് CPIM ഓഫീസിലേക്ക് എത്തുന്ന കാഴ്ചയും നമ്മൾ കണ്ടു. ഇനി 2 പേരുടെ പിന്തുണ കൂടിയാണ് വിജയ്ക്ക് അധികാരത്തിലെ അല്ലെങ്കിൽ സർക്കാർ രൂപീകരിക്കാൻ വേണ്ടത് എന്നതാണ്. എന്തായാലും VCKയുടെ തീരുമാനം ഇന്ന് 10 മണിയോടെയായിരിക്കും. 10 മണിക്കാണ് വാർത്താ സമ്മേളനം വിളിച്ചിട്ടുള്ളത്. ഇതിൽ എന്തെല്ലാം ഉപാധികൾ വെക്കുമോ എന്നതിൽ പ്രധാനപ്പെട്ട ഒരു ആകാംക്ഷയാണ്. കഴിഞ്ഞ ദിവസം വന്ന വാർത്തകളെല്ലാം ഉപമുഖ്യമന്ത്രി സ്ഥാനം VCK ആവശ്യപ്പെടുന്നു എന്ന വാർത്തയെല്ലാം പുറത്തു വരുന്നിരുന്നു. എന്തായാലും 10 മണിയോടെ ആയിരിക്കും ഈ VCK ഔദ്യോഗികമായി ഈ TVKയ്ക്ക് പിന്തുണ പ്രഖ്യാപിക്കുന്നത്. എന്തായാലും മറ്റൊരു രാഷ്ട്രീയ വിവാദങ്ങളിലേക്ക് തമിഴ് രാഷ്ട്രീയം കടക്കുന്നു എന്നതും ഒരു സൂചന നൽകുന്നതാണ്. കഴിഞ്ഞ ദിവസം പ്രധാനപ്പെട്ട അമ്മൽ മക്കൾ മുന്നേറ്റ കഴകം ആയിട്ടുള്ള TTV ദിനകരൻ ഒരു ആരോപണം TVKയ്ക്കെതിരെ ഉന്നയിക്കുന്നത്. തൻ്റെ ഒരു MLA, ആകെയുള്ള ഒരു MLA-യുടെ പേരിൽ കത്ത് തയ്യാറാക്കിയെന്നും അത് ഗവർണർക്ക് നൽകിയുമെന്ന ആരോപണമാണ് TTV ദിനകരൻ ആരോപിക്കുന്നത്. അതിന് ഇപ്പോൾ ഈ ആരോപണത്തിന് DMK-യും AIADMK-യും പിന്തുണ പ്രഖ്യാപിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഇത് രാഷ്ട്രീയം അട്ടിമറിക്കാനുള്ള TVKയുടെ ശ്രമമാണെന്നാണ് DMK ആരോപിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം. അതേസമയം തന്നെ കഴിഞ്ഞ ദിവസം വന്ന ആരോപണത്തിന് മറുപടിയായി ഇപ്പോൾ TVK ഒരു വീഡിയോയും പുറത്തു വന്നിട്ടുണ്ട്. ഈ കാമരാജ് ഈ ഒപ്പിടുന്ന വിഷ്വൽ അല്ലെങ്കിൽ ഈ കത്തിൽ ഒപ്പിടുന്ന ദൃശ്യങ്ങളാണ് ഇപ്പോൾ TVK ഹാൻഡിലുകൾ പുറത്തുവിട്ടിരിക്കുന്നത്. അതിൽ തന്നെ അതും തള്ളുന്നുണ്ട് പ്രധാനപ്പെട്ട TTV ദിനകരൻ പറയുന്നത് പ്രധാനമായും ഇത് പിന്നീട് ഒരിക്കൽ നടന്നിട്ടുള്ള മറ്റെന്തിൻ്റെ ഒരു ചർച്ചയും ഭാഗമായി നടന്ന കത്തിൽ ഒപ്പിട്ടതാണ് എന്നതാണ് ഇപ്പോൾ തമിഴക അമ്മൽ കക്ഷി മുന്നേറ്റ കഴകം ആരോപിക്കുന്നത്. എന്തായാലും തമിഴ് രാഷ്ട്രീയം ഇന്നത്തോടു കൂടി ക്ലൈമാക്സിലേക്ക് കടക്കുന്നു എന്നതാണ് നിലവിൽ ലഭിക്കുന്ന വിവരം. ഇനി വേണ്ട 2 സീറ്റ് അത് VCK ഇന്ന് ഔദ്യോഗികമായി പ്രഖ്യാപിക്കുമെന്നതാണ് വിവരം. 2 MLA-മാർ ഈ വിജയ്ക്ക് പിന്തുണ പ്രഖ്യാപിക്കും. അതിനുശേഷമായിരിക്കും വിജയ് വീണ്ടും ഗവർണറെ കാണാനുള്ള ഒരു സാധ്യത ഒരുങ്ങുന്നത്. എന്തായാലും തമിഴ് രാഷ്ട്രീയം വീണ്ടും അതിൻ്റെ അനിശ്ചിതത്വം നീങ്ങുന്നു എന്നൊരു വാർത്തയാണ് നിലവിൽ ഇപ്പോൾ പുറത്തു വരുന്നത്. എന്തായാലും ഗവർണർ ഇന്ന് അനുമതി നൽകിയെങ്കിൽ നാളെ ആയിരിക്കും ഈ വിജയ് ഇതിൽ തന്നെ തമിഴ്നാട്ടിൽ മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്യുക. സർക്കാർ രൂപീകരിക്കാനുള്ള സാധ്യതയാണ് ഇപ്പോൾ ഒരുങ്ങുന്നത്. ദീപ്തി, ശരി. എന്തായാലും തമിഴ്നാട്ടിൽ സർക്കാർ രൂപീകരണത്തിലെ അനിശ്ചിതത്വം നീങ്ങുകയാണ്. 2 MLA-മാരുള്ള VCK തമിഴക വെற்றிക്കഴകത്തിന് ഇന്ന് പിന്തുണ പ്രഖ്യാപിക്കും എന്നതാണ് വിവരം. 10 മണിക്ക് VCKയുടെ വാർത്താ സമ്മേളനമുണ്ട്. ഇതിൽ പ്രഖ്യാപനം ഉണ്ടാകാനാണ് സാധ്യതയുള്ളത്. രാജേഷ് ശ്രീനിവാസനാണ് വിവരങ്ങൾ നൽകിയത്.